കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. അത് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മുടെ മുകളിൽ അത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരായിരിക്കും, വീട്ടുകാരായിരിക്കും, നമ്മുടെ നാട്ടുകാരായിരിക്കും, അതുപോലെ പലരും ആയിരിക്കും. എൻ്റെ കാര്യത്തിലൊക്കെ വീട്ടുകാരും കൂടിയാണ് അത് ഉണ്ടായിട്ടുണ്ട്, കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവർ ചിലപ്പോൾ നല്ലതിനായിരിക്കും പറയണത്, ഈ പറഞ്ഞ പോലെ നമ്മളത് അപകടത്തിൽ ഇതാക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആവരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ നമ്മളത് കുറച്ചും കൂടിയും കാലം കഴിയുമ്പോൾ അത് ചിന്തിക്കുകയുള്ളൂ, നമുക്കതൊന്നും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലാന്ന്. ഉദാഹരണത്തിന് നമ്മുടെ അടുത്ത് ചില കാരണങ്ങൾ പറയില്ലേ, ഇപ്പോൾ മരത്തിൻ്റെ മേളിൽ കയറാൻ പാടില്ല എന്ന് പറയുമായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് കയറാൻ പറ്റില്ല എന്ന് പറയുമായിരിക്കും. അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ചില പിള്ളേർ ചിലപ്പോൾ അത് അനുസരിക്കുമായിരിക്കും, എല്ലാ പിള്ളേരും അല്ല. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ചിലപ്പോൾ നമുക്ക് മരത്തിൻ്റെ മേളിൽ കയറാൻ പറ്റൂല, നമുക്കതിനുള്ള കഴിവില്ല എന്ന് ചിലപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും. അതങ്ങനെയാണ്. പിന്നെ കോൺഫിഡൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാമെന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് തോന്നുന്നുള്ളത് അങ്ങനെ പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റുമോ. അത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ അടുത്ത് തന്നെ ഫൈറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ചില ആൾക്കാർ ഭയങ്കര സിമ്പിളായിട്ട് പറയും നമുക്ക് തന്നെ മാറ്റിയെടുക്കാം, ഭയങ്കര സിമ്പിളാണെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പം വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുമല്ലോ. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ചില സ്ഥലത്ത് ഇപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ അടുത്തൊക്കെ പോകാൻ എനിക്കൊരു താല്പര്യമില്ല, എനിക്കൊരു ആഗ്രഹമില്ല. അതുകൊണ്ടാണ്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ നല്ല ഡ്രസ്സാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ രീതിയിലൊരു ഇതല്ലെങ്കിൽ എനിക്ക് പോകാൻ ഒട്ടും കോൺഫിഡൻസ്, എനിക്കൊട്ടും താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഡ്രസ്സും കൂടി ഇല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഉണ്ടാവില്ല. പക്ഷെ അതേ സമയത്ത് എൻ്റെ കയ്യിൽ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ അവൻ അത്രയും അധികം വിളിച്ച് ഇപ്പോൾ ഇതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പോകാമെന്നുള്ള രീതിയൊക്കെ അങ്ങനത്തെ ഉള്ളൊരു സംഭവം എനിക്കുണ്ട്. അതൊക്കെ വേറെ കാര്യം. അതുപോലെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എൻ്റെ കഴിഞ്ഞ വീഡിയോന്ന് ഈ വീഡിയോയിലും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഇച്ചിരി കൂടിയും കോൺഫിഡൻസ് കൂടിയെന്നാണ് തോന്നണത്. ഇനിയിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കുറച്ചും കൂടി നന്നായിട്ട് എൻ്റെ പോയിൻറ്റുകൾ ഞാൻ എഴുതി വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇച്ചിരി കൂടി എഡിറ്റിങ് ഞാൻ ഇച്ചിരി കൂടി നന്നായിട്ട് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യും. അപ്പം നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരിത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഞാനാണ്. എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, എന്നിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ കയ്യിലൊരു ഫോണും ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ഇല്ല, ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ കിട്ടും, അത്രയും തന്നെ മതി, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ ചില ആൾക്കാർക്ക് അവർക്ക് സ്വയമേ നല്ല കോൺഫിഡൻസ് ഉണ്ടാകും. ചിലപ്പോൾ അത് അവരുടെ ഗുണം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ ഗുണം കൊണ്ടായിരിക്കും. അവരുടെ വീട്ടുകാർ അവരെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാ കാര്യത്തിനും. അതുകൊണ്ടായിരിക്കും ചില ആൾക്കാർക്ക് നല്ല കോൺഫിഡൻസ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല, എല്ലാവരുടെയും വീട്ടുകാരും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കാര്യത്തിൽ നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ കാര്യത്തിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്തായാലും പ്രതികരിക്കും. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് വർക്ക് ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മളെ തന്നെ എന്തായാലും പ്രൊട്ടക്റ്റ് ഈ കാര്യങ്ങളൊക്കെ കോൺഫിഡൻസ് ഇല്ലായ്മ വന്നത് തന്നെ നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കണതാണ്. പക്ഷേ നല്ല രീതിക്കല്ല, നമ്മുടെ ചെറുപ്പത്തിലുള്ള ട്രോമയൊക്കെ കൊണ്ടായാണ്, അതുകൊണ്ടാണ്. പക്ഷെ അത് നല്ലൊരു പ്രൊട്ടക്ഷൻ അല്ല. ഇതിൽ നിന്നൊക്കെ പുറത്തൊക്കെ കിടക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഞാനും അതുപോലെ പുറത്തേക്ക് ഇറങ്ങാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് തന്നെ. എന്താ പറ്റണേന്ന് അറിയണമല്ലോ. അപ്പോൾ അത് തന്നെ നമ്മുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മളൊരാളെ ചിലപ്പോൾ കുറേ നേരം തല്ലി, ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ അഡ്രിനാലിൻ പമ്പ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ വേറെ കാര്യം. നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഞാൻ വിചാരിക്കണം അങ്ങനെയാണ് കേട്ടോ. അപ്പം എന്തൊക്കെ വന്നാലും അവസാനം നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ തന്നെയായിരിക്കും, അല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഇതിൽ കൂടുതൽ വേറെ എന്താ പറയാനുള്ളതെന്ന് അറിയില്ല. ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് വേറൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, നിങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ എല്ലാ വീഡിയോയിലും കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയണ കേട്ടിട്ടുണ്ടാവും. ശരിയാണ്, വേറൊന്നും ഇല്ല, നമ്മൾ തന്നെ ഉള്ളൂ. സത്യമായതുകൊണ്ടാണ് അത് ആൾക്കാരങ്ങനെ പറയണത്. അല്ലാണ്ട് പിന്നെ അതിങ്ങനെ കേൾക്കുമ്പോൾ നല്ല സിമ്പിളാണെന്ന് വിചാരിക്കും ഈ കോൺഫിഡൻസിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷെ അത്
ചെയ്തെടുക്കാനും ഇച്ചിരി പാടാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആവട്ടെ. ഇത്ര നേരം കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു. ബൈ.